Okay. ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ഇൻഡക്റ്റൻസിന്റെ കുറച്ച് പ്രോബ്ലംസ്, ദെൻ കപ്പാസിറ്റൻസ്, ദെൻ മീഡിയം ട്രാൻസ്മിഷൻ ലൈനിൽ ടി മെത്തേഡ്, പൈ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം. A single phase line has parallel conductors 2 meter apart. The diameter of each conductor is 1.2 centimeter. Calculate the loop inductance per kilometer of the line. നമുക്കിവിടെ ലൂപ്പ് ഇൻഡക്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് പെർ കിലോമീറ്റർ ഓഫ് ദ ലൈൻ. കണ്ടക്ടർ തമ്മിലുള്ള സ്പേസിങ് നമുക്ക് 2 മീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, ഡി ഇസ് ഈക്വൽ ടു 2 മീറ്റർ തന്നിട്ടുണ്ട്. ആൻഡ് കണ്ടക്ടറിന്റെ ഡയമീറ്റർ 1.2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. Okay, spacing of the solution D is equal to 2 meter. നമ്മൾ മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് ആക്കുമ്പോൾ 200 സെന്റിമീറ്റർ. ക്വസ്റ്റ്യനിൽ കണ്ടക്ടറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, കണ്ടക്ടറിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1.2 സെന്റിമീറ്റർ. സോ റേഡിയസ് ഓഫ് ദ കണ്ടക്ടർ ആർ ഈസ് ഈക്വൽ ടു എന്ത് വരും? ബൈ 2 ചെയ്യണം. 1.2 by 2 is equal to 0.6 സെന്റിമീറ്റർ കിട്ടും. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? That is loop inductance per kilometer of the line ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. Therefore നമുക്കറിയാവുന്ന ഇക്വേഷൻ loop inductance per meter length of the line നമുക്കറിയാം. That is equal to 1 plus 4 log d by r to the base c into 10 raised to minus 7. ഈ ഇക്വേഷൻ എന്താണ്? പെർ മീറ്റർ ലെങ്തിലെ ലൂപ്പ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ ആണ് ഇത്. ദാറ്റ് ഈസ് നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഡിക്ക് പകരം എന്താ സ്പേസിങ്, ഡിക്ക് 200, റേഡിയസ് 0.6, വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു 24.23 into 10 raised to minus 7 ഹെൻറി ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കാനായിട്ടുള്ളത്? ലൂപ്പ് ഇൻഡക്റ്റൻസ് പെർ കിലോമീറ്റർ ഓഫ് ദ ലൈൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മുടെ ആൻസർ ഇൻറ്റു 1000 ചെയ്യുമ്പോൾ നമുക്ക് ലൂപ്പ് ഇൻഡക്റ്റൻസ് പെർ കിലോമീറ്റർ ഓഫ് ദ ലൈൻ കിട്ടും. ദാറ്റ് ഈസ് 24.23 into 10 raised to minus 4 ഹെൻറി, which is equal to 2.423 millihenry. Okay. Second question. A single phase transmission line has two parallel conductors 3 meter apart. The radius of each conductor being 1 centimeter. Calculate the loop inductance per kilometer length of the line. If the material of the conductor is the first conductor, that is copper, and the second, that is steel with relative permeability of 100. ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്മിഷൻ ലൈനിൽ 2 പാരലൽ കണ്ടക്ടേഴ്സ് ഉണ്ട്. കണ്ടക്ടേഴ്സ് തമ്മിലുള്ള സ്പേസിങ് 3 മീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ദ കണ്ടക്ടർ 1 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടക്ടർ കോപ്പറും കണ്ടക്ടർ സ്റ്റീൽ, അതിന്റെ ലൂപ്പ് ഇൻഡക്റ്റൻസ് പെർ കിലോമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, സ്പേസിങ് ഓഫ് ദ കണ്ടക്ടർ ഡി ഈസ് ഈക്വൽ ടു 3 മീറ്റർ, which is centimeter ആക്കുമ്പോൾ 300 centimeter. Radius of the conductor r is equal to 1 centimeter. Therefore loop inductance is equal to mu r plus 4 log d by r to the base e. Copper conductor ആകുമ്പോൾ mu r is equal to 1 ആണ്. Therefore loop inductance per meter, that is equal to നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. That is 1 plus 4 log d by r to the base e into 10 raised to minus 7. Spacing d 300, radius r, which is equal to 1 plus 4 log 300 by 1 to the base e into 10 raised to minus 7, which is equal to നമുക്ക് എത്ര കിട്ടും? 23.8 into 10 raised to minus 7 ഹെൻറി കിട്ടും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്? ലൂപ്പ് ഇൻഡക്റ്റൻസ് പെർ കിലോമീറ്റർ. അപ്പം ദിസ് ആൻസർ ഇൻറ്റു 1000 ചെയ്യണം. അപ്പം നമുക്ക് 2.38 മില്ലി ഹെൻറി കിട്ടും. ഇനി നമുക്ക് സ്റ്റീൽ കണ്ടക്ടറിന്റെ ആണ്, വിത്ത് പെർമിബിലിറ്റി 100 ആണ്. സ്റ്റീൽ കണ്ടക്ടർ റിലേറ്റീവ് പെർമിബിലിറ്റി mu r is equal to 100 തന്നിട്ടുണ്ട്. Therefore loop inductance per meter, which is equal to 100 plus mu r 100 plus 4 log d by r to the base c into 10 raised to minus 7. നമ്മൾ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ വാല്യൂ കിട്ടും, 122.8 into 10 raised to minus 7 ഹെൻറി കിട്ടും. അതിനെ ലൂപ്പ് ഇൻഡക്റ്റൻസ് പെർ കിലോമീറ്ററിലാക്കുമ്പോഴത്തേക്ക് ദിസ് ആൻസർ ഇൻറ്റു 1000 ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് 12.28 മില്ലി ഹെൻറി കിട്ടും. The third question, find the
Inductance per kilometer of a three-phase transmission line using 1.24 centimeter diameter conductors when these are placed at the corners of an equilateral triangle of each side 2 meter. ഇതൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്, അതായത് ത്രീ ഫേസ് ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ കോർണേഴ്സിൽ കണ്ടക്ടേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡയമീറ്റർ, കണ്ടക്ടറിന്റെ ഡയമീറ്റർ 1.24 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ കണ്ടക്ടറും തമ്മിലുള്ള സ്പേസിങ് 2 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമ്മൾ ഫിഗർ വെച്ച് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ സ്പേസിങ് D നമ്മൾ മാർക്ക് ചെയ്തു. Conductor spacing D is equal to 2 meter. Question തന്നിട്ടുണ്ട് which is equal to 200 centimeter. Okay. Conductor radius diameter question തന്നിട്ടുണ്ട് which is 1.24 centimeter. Radius ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ 1.24 by 2 which is equal to എത്ര 0.62 centimeter. Okay. ഇത് നമുക്ക് ഇൻഡക്റ്റൻസ് കാണണം. ഇൻഡക്റ്റൻസ് per phase per meter which is equal to equation ഇട്ട് കൊടുക്കുക. that is 0.5 into 2 log d by r to the base c into 10 raised to minus 7. വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. റേഡിയസിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക, സ്പേസിംഗ് ഡിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക which is equal to 12 into 10 raised to minus 7 ഹെൻറി ഇട്ട്. ഇനി ഇൻഡക്റ്റൻസ് per phase per kilometer. അപ്പം എന്താ ചെയ്യേണ്ട, ഈ ആൻസർ ഇൻറ്റു 1000 ചെയ്യണം. അപ്പം 12 into 10 raised to minus 7 into 1000 which is equal to 1.2 into 10 raised to minus 3 Henry which is equal to 1.2 millihenry. Okay. Fourth question. The three conductors of a three-phase line are arranged at the corners of a triangle of sides 2 meter, 2.5 meter and 4.5 meter. Calculate the inductance per kilometer of the line when the conductors are regularly transposed. The diameter of each conductor is 1.24 centimeter. ഇവിടെ ഒരു ട്രയാങ്കിളിന്റെ കോർണേഴ്സിൽ 3 കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്പേസിംഗ് എന്ന് പറയുമ്പോൾ 2 മീറ്റർ, 2.5 മീറ്റർ, 4.5 മീറ്റർ. ഇവിടെ സിമെട്രിക്കൽ സ്പേസിംഗ് ആണോ, അൺസിമെട്രിക്കൽ സ്പേസിംഗ് അല്ലേ? ഓക്കെ, എന്താ വെച്ചാൽ 2 മീറ്റർ, 2.5 മീറ്റർ, 4.5 meter. അതുകൊണ്ട് ഇത് unsymmetrical spacing ആണ്. Then calculate the inductance per kilometer of the line when conductors are regularly transposed. The conductors are regularly transposed ചെയ്യും. അത് വെച്ചിട്ടുള്ള ഇൻഡക്റ്റൻസ് per kilometer വാല്യൂ ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. Then diameter of each conductor എന്ന് പറഞ്ഞാൽ 1.24 centimeter. കണ്ടക്ടറിന്റെ ഡയമീറ്റർ വന്നിട്ടുണ്ട്. നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഇൻഡക്റ്റൻസ് പെർ കിലോമീറ്റർ ആണ്. ഓക്കെ, ലൈനിന്റെ ഇൻഡക്റ്റൻസ് പെർ കിലോമീറ്റർ. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ ഫിഗർ വരച്ചു. ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ല, നോർമൽ ട്രയാങ്കിൾ. അതിന്റെ സ്പേസിങ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് വെച്ച് നമ്മൾ ഫിഗർ വരച്ചിട്ടുണ്ട്. Therefore, D12 2 meter and D23 2.5 meter and D31 4.5 meter. The inductance per phase per meter which is equal to ഇത് ഒരു 3 phase transposed unsymmetrical line അല്ലേ, അതിന്റെ ഇക്വേഷൻ 0.5 plus 2 log 3 root D1 D2 D3 by R to the base C into 10 raised to minus 7. ഓക്കെ, ഈ 3 റൂട്ട് D1 D2 D3 നമ്മൾ D ഇക്വലന്റ് ആയിട്ട് എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് വിച്ച് ഇസ് D equivalent is equal to 3 root D1 2 D23 D31 which is equal to 3 into D12 എന്താണ് 2 meter, D23 എന്താണ് 2.5, then D31 എന്താണ് 4.5. അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 282 സെന്റിമീറ്റർ കിട്ടും. ഓക്കെ, ഇനി ഈ വാല്യൂ നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ചെയ്താൽ മതി. Then therefore inductance per phase per meter which is equal to 0.5 2 log നമ്മൾ D equivalent നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, that is 282 സെന്റിമീറ്റർ. Therefore നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. R റേഡിയസ് R എന്ന് പറഞ്ഞാൽ എന്താണ് 0.62 ആണ്. ഓക്കെ,
വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു. ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു 12.74 ഇൻറ്റു 10⁻⁻⁷ ഹെൻറി കിട്ടും. ഇത് നമ്മൾ പെർ മീറ്ററിലാണ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇൻഡക്റ്റൻസ് പെർ ഫേസ് പെർ കിലോമീറ്ററിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇൻറ്റു 1000 ചെയ്യുക. ഈ വാല്യൂ ഈ ആൻസർ ഇൻറ്റു 1000. ദെൻ വി ഗെറ്റ് 1.274 മില്ലി ഹെൻറി കിട്ടും. ഓക്കെ. ദെൻ ഇനി കപ്പാസിറ്റൻസിന്റെ പ്രോബ്ലം, ബാക്കി ഇൻഡക്റ്റൻസിന്റെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ. Then first problem, a single phase transmission line has two parallel conductors 3 meter apart. The radius of each conductor being 1 centimeter. Calculate the capacitance of the line per kilometer. Given that epsilon 0 തന്നിട്ടുണ്ട്, that is 8.854 into 10⁻⁻12 farad per meter. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്ന ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് പാരലൽ കണ്ടക്ടേഴ്സ് തമ്മിലുള്ള സ്പേസിങ് 3 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. കണ്ടക്ടറിന്റെ റേഡിയസ് 1 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് കപ്പാസിറ്റൻസ് ഓഫ് ദ ലൈൻ പെർ കിലോമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. therefore ഇക്വേഷൻ നമുക്കറിയാം, സിംഗിൾ ഫേസിലെ കപ്പാസിറ്റൻസ് ഓഫ് ദ ലൈൻ പൈ എപ്സിലോൺ 0 ബൈ ലോഗ് ഡി ബൈ ആർ ടു ദ ബേസ് ഇ ആണ്. ഓക്കെ. നമുക്ക് റേഡിയസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1 മീറ്റർ, സ്പേസിങ് ഡി ഈസ് ഈക്വൽ ടു 3 മീറ്റർ ഈസ് ഈക്വൽ ടു 300 സെന്റിമീറ്റർ. നമ്മൾ ഈ വാല്യൂസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. പൈ ഇൻറ്റു എപ്സിലോൺ 0 എപ്സിലോൺ 0യുടെ വാല്യൂ ദാറ്റ് ഈസ് 8.854 ഇൻറ്റു 10⁻⁻12 ബൈ ലോഗ് 300 by 1 to the base c, which is equal to 0.4875 into 10⁻⁻11 farad per meter. അതിനെ കിലോമീറ്ററിലാക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു 10⁻1000 which is equal to 0.4875 into 10⁻⁸ farad per kilometer കിട്ടും. ദെൻ നമ്മൾ അതിനെ മൈക്രോ ഫാരഡിൽ എഴുതിയിരിക്കുന്നു. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ 3-phase overhead transmission line as its conductors arranged at the corners of an equilateral triangle of 2 meter side. Calculate the capacitance of each line conductor per kilometer. Given that diameter of each conductor is 1.25 centimeter. ഒരു 3-phase overhead transmission line ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൽ എന്താ അതിന്റെ കോർണേഴ്സിൽ കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്പേസിങ് 2 മീറ്റർ ആണ്. ദെൻ ഡയമീറ്റർ, കണ്ടക്ടറിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 1.25 സെന്റിമീറ്റർ. നമുക്ക് കപ്പാസിറ്റൻസ് ഓഫ് ഈച്ച് ലൈൻ കണ്ടക്ടർ പെർ കിലോമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യണം. Therefore, conductor radius r is equal to 1.25 by 2, which is equal to 0.625 centimeter. Spacing d in the 2 meter, which is equal to 200 centimeter. Capacitance of each line conductor is a 3-phase ആയതുകൊണ്ട് ഇക്വേഷൻ എങ്ങനെ വരും? 2 into pi epsilon 0 by log d by r to the base c. സിംഗിൾ ഫേസ് ആണെങ്കിൽ pi epsilon 0 by log d by r to the base c ആണ്. 3-phase ആയതുകൊണ്ട് 2 into pi epsilon 0 by log d by r to the base c farad per meter. നമ്മളിനി ഇക്വേഷൻസിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. Then we get 0.0096 into 10⁻⁻7 farad per meter. കിലോമീറ്ററിൽ ചെയ്യുമ്പോഴത്തേക്ക് 0.0096 into 10⁻⁻6 farad per kilometer. Then ഇതിലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, a 3-phase 50 Hz 132 kilovolt overhead line has conductors placed in a horizontal plane 4 meter apart. Conductor diameter is 2 centimeter. If the line length is 100 kilometer, they are calculating the charging current per phase, assuming complete transposition. Okay, ഇവിടെ എന്താണ് 4 meter spacing ഉള്ള ഒരു 3-phase overhead line conductors ആണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കണ്ടക്ടറിന്റെ ഡയമീറ്റർ 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള ഫിഗർ ആണിത്. ഓക്കെ. കണ്ടക്ടർ എയും കണ്ടക്ടർ ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 4 മീറ്റർ ആൻഡ് കണ്ടക്ടർ ബിയും കണ്ടക്ടർ സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 4 മീറ്റർ. therefore കണ്ടക്ടർ എയും കണ്ടക്ടർ സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 8 മീറ്റർ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ദ ചാർജിങ് കറണ്ട് പെർ ഫേസ് ആണ് തന്നിരിക്കുന്നത്. എന്താ പെർ ഫേസിലെ ചാർജിങ് കറണ്ട് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ. കണ്ടക്ടർ റേഡിയസ് diameter 2 തന്നിട്ടുണ്ട്. therefore radius is equal to 1 centimeter, which is equal to 1 into 10⁻⁻2 meter. Okay. ഇവിടെ then d equivalent കാണണം. therefore d is equal to 3 root d1 d2 d3.
D1 എന്താണെന്നറിയാം, that is 4 meter. D2 എന്താണെന്നറിയാം, 4 meter. D3 8 meter. Therefore D is equal to നമുക്ക് 5.04 meter കിട്ടും. Okay. Then ഈ ഇക്വേഷൻ നമ്മൾ ഈ വാല്യൂ നമ്മൾ ഈ ഡിയുടെ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. Therefore capacitance of each conductor to neutral. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2 pi epsilon 0 log 3 root d1 d2 d3 by r to the base c. ഈ ടേമിനെയാണ് നമ്മൾ d എന്ന് എടുത്തിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 pi epsilon 0 log d by r to the base c, which is equal to 2 pi into epsilon 0 യുടെ വാല്യൂ that is 8.854 into 10 raised to minus 12 divided by log. ഈ d equivalent നമ്മൾ കണ്ടുപിടിച്ചു ഈ വാല്യൂ that is 5.04 by radius 1 into 10 raised to minus 2 to the base e. ഓക്കെ, അത് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും നമുക്ക് പെർ മീറ്ററിലുള്ള കപ്പാസിറ്റൻസ് കിട്ടും. ദാറ്റ് ഈസ് 0.00885 into 10 raised to minus 9 farad per meter, which is equal to 10 into കിലോമീറ്ററിലേക്ക് ആക്കുമ്പോഴത്തേക്ക് into 1000, that is equal to 0.00885 into 10 raised to minus 6 farad per kilometer. Okay, total capacitance ആണ് ക്വസ്റ്റ്യനിൽ 100 കിലോമീറ്റർ ലൈനാണ് തന്നിരിക്കുന്നത്. സോ ദിസ് ആൻസർ ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റൻസ് കിട്ടും. ദാറ്റ് ഇസ് C is equal to 0.00885 into 10 raised to 6 into 100, which is equal to 0.885 into 10 raised to minus 6 farad. ഇനി നമുക്ക് ചാർജിങ് കറന്റ് പെർ ഫേസ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് IC ആൻഡ് ഇക്വേഷൻ V phase by XC. V phase കണ്ടുപിടിക്കാൻ എങ്ങനെയാ ഇക്വേഷൻ? V phase is equal to VL by root 3 അല്ലേ, അതല്ലേ ഇക്വേഷൻ. Therefore V phase കണ്ടുപിടിക്കണം നമുക്ക്. ഫേസ് വോൾട്ടേജ് VPH is equal to VL by root 3. VL നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 132 into 1000 by root 3. നമുക്ക് ആൻസർ കിട്ടും. Therefore charging current per phase, that is IC is equal to VPH നമുക്ക് കിട്ടിയ വാല്യൂ divided by XC. 76,210 divided by XC നമുക്ക് അറിയാം 1/2 pi FC ആണെന്ന്. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. Then we get 21.18 ampere. ഇതാണ് കപ്പാസിറ്റൻസ്. ഇതിന്റെ ഇടയിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ദെൻ ഇനി മീഡിയം ട്രാൻസ്മിഷൻ ലൈനിന്റെ പ്രോബ്ലംസ്. മീഡിയം ട്രാൻസ്മിഷൻ ലൈനിൽ രണ്ട് മെത്തേഡ്സ്, ഒന്ന് T മെത്തേഡ്, സെക്കൻഡ് ഈസ് പൈ മെത്തേഡ്. അതിന്റെ രണ്ടിന്റെ ഓരോ പ്രോബ്ലംസ് വെച്ചിട്ട് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, a 3-phase 50 Hz overhead transmission line 100 km long has the following constants. കുറച്ച് കോൺസ്റ്റൻസ് തന്നിട്ടുണ്ട്. That is resistance per kilometer per phase is equal to 0.1 ohm. Then inductive reactance per kilometer per phase is equal to 0.2 ohm. Then capacitive susceptance per kilometer per phase is equal to 0.04 into 10 raised to minus 7. എന്തൊക്കെയാണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ സെൻഡിങ് ഇൻ കറണ്ട്, സെക്കൻഡ് സെൻഡിങ് ഇൻ വോൾട്ടേജ് കാണണം, തേർഡ് സെൻഡിങ് ഇൻ പവർ ഫാക്ടർ കാണണം, ഫോർത്ത് ട്രാൻസ്മിഷൻ എഫിഷ്യൻസി. വെൻ സപ്ലൈങ് എ ബാലൻസ് ലോഡ് ഓഫ് 10,000 kilowatt at 66 kV, പവർ ഫാക്ടർ 0.8 lagging, യൂസ് നോമിനൽ T മെത്തേഡ്. നോമിനൽ T മെത്തേഡ് യൂസ് ചെയ്തിട്ടോ ചെയ്യേണ്ടത്. ഓക്കെ, T മെത്തേഡിലെ കപ്പാസിറ്റൻസ് മിഡിലിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലും റെസിസ്റ്റൻസ് ആയാലും ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആയാലും ഹാഫ് ആവും. എന്താ, R/2 XL/2. ഇവിടെയും R/2 XL/2. ഇതിന്റെ ഫേസ് ഡയഗ്രാം, T മെത്തേഡിന്റെ ഫേസ് ഡയഗ്രാം, അതിന്റെ ഫിഗർ. ദെൻ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസും ടോട്ടൽ റിയാക്ടൻസും ടോട്ടൽ കപ്പാസിറ്റി സസെപ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താണ്, ട്രാൻസ്മിഷൻ ലൈൻ 100 കിലോമീറ്റർ ആണെന്ന്. സോ ടോട്ടൽ റെസിസ്റ്റൻസ് പെർ ഫേസ് R is equal to 0.1 into 100, which is equal to 10 ohm കിട്ടും. Then total reactance per phase XL is equal to 0.2 into 100 ചെയ്യണം. That is equal to 20 ohm. Then capacitive susceptance, then Y is equal to 0.04 into 10 raised to minus 4 into 100 ചെയ്യും. That is equal to 4 into 10 raised to minus
4. Then receiving end voltage V phase VR. നമുക്കറിയാം ലൈൻ വോൾട്ടേജ് വിച്ച് ഇസ് ഈക്വൽ ടു √3 ഇൻറ്റു വി ഫേസ് ആണെന്നറിയാം. സോ നമുക്കിവിടെ വി ഫേസ് കണ്ടുപിടിക്കണം. അപ്പൊ എന്താ PL/√3. ഈ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. therefore 66,000 ഡിവൈഡ് ബൈ √3 ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ദെൻ നമുക്ക് ലോഡ് കറന്റ് IR കാണണം. ലോഡ് കറന്റ് IR കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം P is equal to √3 VI cos phi അല്ലേ. സോ നമുക്കിവിടെ IR കാണാൻ വേണ്ടിയിട്ട് P ഡിവൈഡഡ് ബൈ √3 എന്താണ് VR cos phi. പിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു √3 ഇൻറ്റു VR ഇൻറ്റു cos phi. ദാറ്റ് ഈസ് ഈക്വൽ ടു 109 ആംപിയർ കിട്ടും. ദെൻ cos phi r 0.8. therefore sin phi r എന്താണ് 0.6. ഇംപിഡൻസ് പെർ ഫേസ് Z വെക്ടർ Z എന്ന് പറയുമ്പോൾ R പ്ലസ് JXL which is equal to 10 plus J20. Taking VR as reference, നമ്മൾ receiving end voltage നമ്മൾ റെഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്തു. therefore receiving end voltage vector VR is equal to VR plus J0. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി. then നമുക്ക് ലോഡ് കറന്റ് IR is equal to ഇതാണ് നമ്മുടെ ലോഡ് കറന്റ് IR ന്റെ ഇക്വേഷൻ. that is IR cos phi r minus J sin phi r. IR ന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. cos phi r minus J sin phi r ന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് ആൻസർ കിട്ടി 87.2 minus J 65.4. okay. then voltage across capacitor C, that is V1. capacitor across ആയിട്ടുള്ള voltage, that is vector V1 is equal to VR plus IR Z/2. ഈ ഇക്വേഷൻസ് ഒക്കെ ഫേസർ ഡയഗ്രാം പറയുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്. അത് നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് എനിക്കിത് മനസ്സിലാവും. ഓക്കെ, ഈ ഫേസർ ഡയഗ്രാം നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. ഫേസർ ഡയഗ്രാം നോക്കിയാണ് ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, then voltage across capacitor C, that is V1, vector V1 is equal to VR plus IR Z/2. VR നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 38,105 പ്ലസ് IR നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ദിസ് വാല്യൂ ഇൻറ്റു Z/2. ഓക്കെ, എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും 39,195 പ്ലസ് J 545. ഓക്കെ, then ചാർജിങ് കറന്റ് IC, അതിന്റെ ഇക്വേഷൻ അഡ്മിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ്. അഡ്മിറ്റൻസ് നമ്മൾ എന്താണ് ആദ്യമേ നമ്മൾ എഴുതിയിട്ടുണ്ട്. വോൾട്ടേജ് V1 നമ്മളിപ്പം കണ്ടുപിടിച്ചത്. നമ്മൾ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. then sending in current, that is 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 equal to IR plus IC. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക which is equal to 87.0 minus J 49.8. റെക്ടാങ്കിൾ നമ്മൾ അതിനെ പോളാറിലാക്കി. ഓക്കെ, then sending in current എന്ത് കിട്ടും? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് that is 100 ആംപിയർ. ഇതാണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് that is 100 ആംപിയർ. then we have to find, ഇനി എന്താ കണ്ടുപിടിക്കാനുള്ളത്? sending in voltage, that is Vs is equal to V1 plus IS Z/2. V1 നമ്മൾ കണ്ടുപിടിച്ചു, ആ വാല്യൂ IS നമുക്കറിയാം this value into Z/2. ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വാല്യൂ കിട്ടും. ഓക്കെ, പോളാറില് റെക്റ്റില് കിട്ടും. then അതിനെ കൺവേർട്ട് പോളാറില് ചെയ്തു. ഓക്കെ, then ലൈൻ വാല്യൂ സെൻഡിങ് എൻ വോൾട്ടേജ് നമുക്ക് VL കാണണം. അതായത് VS ലൈൻ വാല്യൂ സെൻഡിങ് എൻ വോൾട്ടേജിന്റെ ലൈൻ വാല്യൂ എന്താ? നമുക്ക് ഇക്വേഷൻ അറിയാം. VL is equal to √3 VPH. സെൻഡിങ് എൻ വോൾട്ടേജ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. therefore this value നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു. നമുക്ക് ഫൈനൽ ആൻസർ 69.533 കിലോ വോൾട്ട് കിട്ടി. then we have to find എന്താണ് പവർ ഫാക്ടർ. സെൻഡിങ് ഇൻ കറണ്ട് കണ്ടുപിടിച്ചു, സെൻഡിങ് ഇൻ വോൾട്ടേജ് കണ്ടുപിടിച്ചു. ഇനി സെൻഡിങ് ഇൻ പവർ ഫാക്ടർ ആണ്, ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ആണ്. സെൻഡിങ് ഇൻ പവർ ഫാക്ടർ cos phi s. ഓക്കെ,
cos phi s ആണ് കാണേണ്ടത്. സെൻഡിങ് എൻഡിലെ പവർ ഫാക്ടർ. Referring to the phasor diagram നമ്മൾ നോക്കുമ്പോഴത്തേക്ക് θ1 is the angle between VR and VS. θ1 എന്ന് പറയുമ്പോഴത്തേക്ക് VS ന്റെയും VR ന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ, that is θ1, that is 140. ഇവിടുത്തെ VS ന്റെ ഈ ആംഗിൾ വാല്യൂ ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, that is 140. Then θ2 is the angle between the VR and IS. ഈ VR ന്റെയും ഈ IS ന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ ആണ്, that is θ2, that is this angle നമ്മൾ എഴുതി. Then θS is the angle between VS and IS. ഈ VS ന്റെയും ഈ IS ന്റെയും ഇടയിലുള്ള ആംഗിൾ, that is θS is equal to θ1 plus θ2. നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ വാല്യൂ കിട്ടും. Then θS നമുക്ക് കിട്ടി. Therefore sending end power factor cos phi is equal to cos into θS value നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തു. Therefore 0.853 കിട്ടും. Then we have to find sending end power, that is equal to 3 VS IS cos phi s. സെൻഡിങ് എൻഡിലെ വോൾട്ടേജ്, സെൻഡിങ് എൻഡിലെ കറണ്ട്, സെൻഡിങ് എൻഡിലെ പവർ ഫാക്ടർ ഇൻറ്റു 3 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സെൻഡിങ് എൻഡ് പവർ കിട്ടും. ഇറ്റ്സ് ഈക്വൽ ടു ദിസ് വാല്യൂ. 10 power delivered is equal to 10,000 kilowatt. Therefore transmission efficiency എന്താണ്? Power delivered divided by sending end power into 100, which is equal to 97.34%. A 100 kilometer long 3-phase 50 hertz. Fourth question. A 100 kilometer long 3-phase 50 hertz transmission line has following line constants. Resistance per phase per kilometer തന്നിട്ടുണ്ട് 0.1 ohm. Then reactance per phase per kilometer തന്നിട്ടുണ്ട് 0.5 ohm. Then susceptance per phase per kilometer തന്നിട്ടുണ്ട്, that is 10 into 10 raised to minus 6. If the line supplies load of 20 MW at 0.4 power factor, lagging at 66 kV at the receiving end, calculate binomial pi method. First calculate sending end power factor, second regulation, then third and transmission efficiency. ഇവിടെ നോമിനൽ പൈ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ റിസീവിംഗ് എൻഡിലെ പവർ സപ്ലൈയുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഇത് നോമിനൽ പൈ മെത്തേഡിന്റെ ഫിഗർ. നോമിനൽ പൈ മെത്തേഡിൽ എന്താണ്, നമ്മൾ സെൻഡിങ് എൻഡിലും റിസീവിംഗ് എൻഡിലും കപ്പാസിറ്റൻസ് ഹാഫായിട്ട് നമ്മൾ ലംപ് ചെയ്ത് വെക്കാം. ഓക്കെ, അതിന്റെ ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച കണക്ക് ടോട്ടൽ റെസിസ്റ്റൻസ്, ടോട്ടൽ റിയാക്റ്റൻസ്, ടോട്ടൽ സസെപ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കണം. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 100 kilometer ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ആണെന്ന്. സോ total resistance per phase R is equal to 0.1 into 100 ചെയ്യാം, which is equal to 10 ohm. Then total reactance per phase XL is equal to 50 ohm കിട്ടും. Then susceptance per phase, that is admittance, which is equal to 10 into 10 raised to minus 6 into 100 ചെയ്യാം, that is equal to 10 into 10 raised to minus 4 കിട്ടും. Then receiving end voltage, that is V phase, നമുക്കറിയാം എന്താണ്, VL is equal to √3 VPH ആണ്. Therefore ഇവിടെ ഫേസ് വോൾട്ടേജ് കാണണം. Therefore VR is equal to VL by √3. ഈ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Therefore 38,105 കിട്ടും. Okay, then load current IR. IR ഇക്വേഷൻ എന്താ? P is equal to IR കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ അറിയാം. P is equal to power, P is equal to √3 PR IR cos phi R. ആ IR ഒന്ന് കണ്ടുപിടിക്കണം. Therefore load current IR is equal to P divided by √3 VR cos phi R. Okay, which is equal to 195 ampere rate. Cos phi R 0.9 എന്ന് തന്നിട്ടുണ്ട്. Therefore sin phi R is equal to 0.435 കിട്ടും. And taking receiving end voltage as the reference phasor. നമ്മൾ receiving end voltage നമ്മൾ reference phasor ആയിട്ട് എടുത്തു. Therefore vector VR is equal to VR plus J0 is equal to this value. Then load current IR is equal to the equation IR cos phi R minus J sin phi R.
ദെൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. ദെൻ ചാർജിങ് കറണ്ട് അറ്റ് ദ റിസീവിംഗ് എൻഡിലെ കപ്പാസിറ്ററിന്റെ ചാർജിങ് കറണ്ട്, അതാണ് നമ്മൾ IC1 എടുത്തേക്കുന്നത്. IC1 ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ, അവിടുത്തെ വോൾട്ടേജ് ഇൻറ്റു അഡ്മിറ്റൻസ് Y/2 ആണ് കേട്ടോ എടുക്കുന്നത് ഇവിടെ. വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിച്ചു, ദെൻ അഡ്മിറ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു, ചെയ്യുമ്പോഴത്തേക്ക് J90. ദെൻ ലൈൻ കറണ്ട് IL ഈസ് ഈക്വൽ ടു IR പ്ലസ് IC1. IR നമുക്കറിയാം, IC1 നമുക്കറിയാം, നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചെയ്യുമ്പോഴത്തേക്ക് ഈ വാല്യൂ കിട്ടും. ദെൻ സെൻഡിങ് എൻഡ് വോൾട്ടേജ് ദാറ്റ് ഈസ് VS. VSന്റെ ഇക്വേഷൻ എന്താ, VR പ്ലസ് ILZ. റിസീവിംഗ് എൻഡിലെ വോൾട്ടേജ് പ്ലസ് നമ്മുടെ വോൾട്ടേജ് ഡ്രോപ്പ് ദാറ്റ് ഈസ് ILZ. VR പ്ലസ് IL ഇൻറ്റു Z എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ, R പ്ലസ് JXL. VR വാല്യൂ നമുക്കറിയാം. ദെൻ ദീസ് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദെൻ അതിന്റെ റെക്ടാങ്കുലർ ഫോം, ദെൻ അതിനെ നമ്മൾ പോളാറിൽ എഴുതി. ഓക്കെ. ദെൻ സെൻഡിങ് എൻഡ് ലൈൻ ടു ലൈൻ വോൾട്ടേജ് ദാറ്റ് ഈസ് എന്താ, VL ഈസ് ഈക്വൽ ടു √3 VPH which is equal to 76 kV. ദെൻ ചാർജിങ് കറണ്ട് അറ്റ് സെൻഡിങ് എൻഡ്, ഇതുവരെ നമ്മൾ എന്താ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്, റിസീവിംഗ് എൻഡിലെ വോൾട്ടേജും കറണ്ടും ഒക്കെയാണ്. ഇനി ചാർജിങ് കറണ്ട് അറ്റ് സെൻഡിങ് എൻഡിലെ ചാർജിങ് കറണ്ട്, സെൻഡിങ് എൻഡിൽ ഒരു കപ്പാസിറ്റർ ഇല്ലേ, അതിലെ ചാർജിങ് കറണ്ട് ദാറ്റ് ഈസ് IC2 which is equal to വോൾട്ടേജ് ഇൻറ്റു അവിടുത്തെ അഡ്മിറ്റൻസ് which is equal to ഈ വാല്യൂ കിട്ടും -4 പ്ലസ് J21.6. Then we have to find sending end current that is equal to IS is equal to IL plus IC2. IL നമ്മൾ കണ്ടുപിടിച്ചു പ്ലസ് IC2 നേരത്തെ കണ്ടുപിടിച്ച വാല്യൂ which is equal to നമുക്ക് ഈ വാല്യൂസ് കിട്ടും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്, പവർ ഫാക്ടർ കണ്ടുപിടിക്കണ്ടേ. Therefore, referring to the phasor diagram, θ1 that is the angle between VR and VS. θ1 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ VRന്റെയും ഈ VSന്റെയും ഇടയിലുള്ള ആംഗിൾ ദാറ്റ് ഇസ് ∅1. അതെന്ന് പറയുമ്പോഴത്തേക്ക് 10.65. നമ്മൾ നേരത്തെ സെൻഡിങ് എൻഡ് വോൾട്ടേജ് VS കണ്ടുപിടിച്ചില്ലേ, VS വിത്ത് റെസ്പെക്ട് ടു VR. സോ ഈ ആംഗിൾ നമ്മൾ അവിടെ എഴുതി, that is 10.65. Then VR and IS is the angle between θ2 is the angle between VR and IS, that is this value, that is -14.5. Then θS, that is the angle between VS and IS, that is θ1 plus θ2. Then രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 25.15 ഡിഗ്രി കിട്ടാം. Then sending in power factor that is cos ∅s, cos this value is equal to 0.905 lag. Then we have to find percentage voltage regulation, that is equation എങ്ങനെയാ, VS minus VR by VR into 100. VS നമുക്കറിയാം, VR നമുക്കറിയാം. Then value substitute കൊടുക്കുക into 100, percentage line into 100 which is equal to 50.27%. Then sending in power that is 3 VS IS cos ∅s. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. Then transmission efficiency is equal to എന്താണ്, പവർ ഡെലിവേർഡ് ഡിവൈഡ് ബൈ സെൻഡിങ് എൻഡ് പവർ ഇൻറ്റു 100. പവർ ഡെലിവേർഡ് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. സെൻഡിങ് എൻഡ് പവർ ദാറ്റ് ഇസ് 21.18 മെഗാവാട്ട് ഇൻറ്റു 100 which is equal to 94%.